ചെവിലും ഇറങ്ങി വന്ന് രാവിലെ വന്ന പങ്കർക്ക് കാപ്പിക്കാൻ സ്വന്തമായിട്ട് ശാലം പഞ്ചസാര പങ്കര മെക്കിട്ടി തുറന്നു. മനുഷ്യ എന്ന് രാവിലെ ഞാൻ കയറുതാ അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എപ്പോഴാണ് കയറി വരുന്നത് അറിയാം. ഓഫീസിൽ പോയി സ്വിച്ച് കൂട്ടാൻ സമയത്ത് പോലെ കയറി വന്നിരിക്കും തിന്നാനായിട്ട്. 3 മക്കളുണ്ട്. അപ്പനും കൂടെ വരും. തിന്നുക കഴുകുക, പാത്രം കൊണ്ടിടുക, തിന്നുക കോരുക, പാത്രം കൊണ്ടിടുക. ഞാൻ ആരാ പറ? ഒരു പ്രാവശ്യം നിങ്ങൾ തിന്ന പാത്രം കഴുകി വെച്ചിട്ടുണ്ടോ? അപ്പന് പറ്റി പോലെ മക്കളും. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല. രാജകുമാരിയെ പോലെ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ മനുഷ്യ നിങ്ങൾ കൊണ്ടുവന്നത്. ഇരുത്തിയോ? ഒരു നേരം ഇരുത്തി തന്നെ വന്നേ. അന്ന് മുതൽ തള്ളയുടെ കൂടെ കടന്ന് വളർന്ന് ഞാൻ മടുത്തു. അവർക്ക് വെച്ച് മുഴുകി ഞാൻ മടുത്തു. എന്റെ ദൈവമേ, എന്റെ ജീവിതം മുടിഞ്ഞു തേച്ച് കഴുകും. അന്നേരം കൊണ്ട് അയ്യോ എനിക്ക് മനുഷ്യ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഞ്ചായത്തിനായിട്ട് അപ്പനും മോനും കൂടെ ഒരുങ്ങി കെട്ടി ഒന്നേ കേട്ടോ. ഹലോ, എന്താ പ്രശ്നം? ഇതൊക്കെ തന്നെ ഇവിടുത്തെ പ്രശ്നം. നീ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ സമ്മതിച്ചാലും പോണില്ല. അയ്യോ, നിങ്ങളുടെ സമ്മതം അത്ര ആർക്ക് വേണം? അതെ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നിങ്ങളുടെ ഈ സ്വഭാവം കണ്ടിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി പോവാണ്. എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ പറയണ്ടേ? അറിയാൻ മേലാത്തത് പറഞ്ഞ് മനസ്സിലാക്കണം. ഓ, ഇനി നീയൊക്കെ കൊണ്ട് പെണ്ണ് കെട്ടി ഇനി ആ പെണ്ണിന്റെ ബ്രാക്ക് കൂടെ ഞാൻ വാങ്ങിക്കണം. അല്ല, എന്നിട്ട് മനസ്സിലായ ആരെങ്കിലും ഒന്ന് പ്രശ്നം എന്താന്ന് പറഞ്ഞുതരുമോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ എത്ര മലമറിക്കണ പണിയുന്ന അല്ല. അതെ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അതൊക്കെ കഷ്ടപ്പെടുന്നവർക്കേ അറിയാവുള്ളൂ. ഓ, ഭയങ്കര കഷ്ടപ്പാടാ. എന്താ കഷ്ടപ്പാട്? രാവിലെ എഴുന്നേറ്റ് 2 ചായയും കാപ്പി ഉണ്ടാക്കണം. ഉച്ചയ്ക്കാണ് ചോറും കറിയും. പിന്നെ വൈകുന്നേരം വീണ്ടും ചായയും കാപ്പിയും. പിന്നെ രാത്രിയാണെങ്കിൽ ആ ഉച്ചക്കത്തെ ചോറും കറി തന്നെ. പിന്നെ അതിനിടെ 2 തുണി അലക്കണം. പിന്നെ വീടും തൂത്തുവാറും. ഇതാണ് മലമറക്കണം പണി. അയ്യോ, പറഞ്ഞപ്പോ ഒറ്റയടിക്ക് പണി അങ്ങ് തീർന്നു. നിങ്ങളുടെ പുഴുങ്ങി മനോഭാവമായി മാറ്റേണ്ടത്. എല്ലാ പണിക്കും അതിന്റെ റിസ്ക് ഉണ്ടപ്പോ. എടാ, നമ്മൾ ആണുങ്ങൾ ചെയ്യണ പണിക്കുള്ള റിസ്ക് ഒക്കെ ഈ പെണ്ണുങ്ങൾ ചെയ്യണ ഈ പണിക്കുണ്ടോ? അതെ, ഈ അടുക്കള പണി പോലെ റിസ്ക് ഉള്ള വേറെ ഒരു പണിയില്ല. അതിനാണെങ്കിൽ മുടിയോനെ കൊണ്ട് ഇൻഷുറൻസും ഇല്ല. എന്റെ ഈശ്വര, വല്ല ഗ്യാസ് കുറ്റിയും പൊടുത്ത പോയാൽ മതിയായിരുന്നു. ഓ, എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട്. അതെ, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് മാത്രമല്ല ചോർച്ചില്, എനിക്കും ഉണ്ട് ചോർച്ചില്. എനിക്കും പറയാനുണ്ട് കാര്യങ്ങൾ. കാണിച്ചു തരാം. ഇപ്പൊ നിനക്ക് മനസ്സിലായ ഇവിടുത്തെ പ്രശ്നം എന്താന്നുള്ളത്? ഈ അപ്പം പറയുന്നത് ഈ വീട്ടുപണി എന്ന് പറയുന്ന ഒരു പണിയേ അല്ലെന്നാ. അതിനോട് ഞാനും യോജിക്കുന്നില്ല. അതിന് നീ അടുക്കള കയറിണ്ട. ഇവിടെ കിഴങ്ങാ, അതിന് അടുക്കളയിൽ കയറണമെന്നില്ല. കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നിനക്കില്ലാത്തത്. ഈ കോമൺ സെൻസിൽ എങ്ങനെ ആഹാരം വെക്കുക? അവിടെ ഗ്യാസ് ഒക്കെ ഉണ്ട്. ബ്രദർ, എടാ, ഈ ചളികൾ അടിച്ചോണ്ട് കണ്ടേ എന്തെങ്കിലും ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ. ഉണ്ടോ? ഈ ഋഷഭയുടെ കയ്യിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഞാൻ സെറ്റാക്കി തരാം.